പ്രിയപ്പെട്ടവരെ, എനിക്ക് സമൂഹത്തിന് കൊടുക്കാൻ കവിതയേ ഉള്ളൂ. ഒരു നിയോഗം പോലെ ഞാനിത് ചെയ്യുന്നു. ആർക്ക് വേണമെങ്കിലും എൻ്റെ കവിതകൾ പ്രസിദ്ധീകരിക്കാം. എനിക്ക് യാതൊരു പ്രതിഫലവും വേണ്ട. എൻ്റെ കവിത കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണം കിട്ടുമെങ്കിൽ അതാണ് എൻ്റെ പ്രതിഫലം എന്ന് പറഞ്ഞുകൊണ്ട് 87 വയസ്സുവരെ സാഹിത്യസഭയിൽ ഏർപ്പെട്ടുകൊണ്ട് അവിരാമം പ്രയത്നിച്ച ഒരു വലിയ കവിക്ക് അദ്ദേഹം ഏറെ സ്നേഹിച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്നേഹവാത്സല്യങ്ങൾ ഏറെ ലഭിച്ച ഒരു ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന എളിയ ആദരാഞ്ജലികളാണ് നമ്മുടെ ഇന്നത്തെ ഈ അനുസ്മരണ പരിപാടി. ഈ അനുസ്മരണ പരിപാടിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നാണ് എനിക്ക് നിർവഹിക്കാനുള്ളത്. എങ്കിലും രണ്ട് വാക്ക് സ്മരിച്ചുകൊണ്ട് അതിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലങ്ങൾ പലതായിരുന്നു. കൊടുങ്ങല്ലൂരിന്റെ സാംസ്കാരിക സാഹിത്യ മണ്ഡലങ്ങളിൽ ഏറെ ആവേശത്തോടെ, അതിലേറെ ഉത്സാഹത്തോടെ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വം. അദ്ദേഹം മഹാകാവ്യങ്ങളും വിലാപകാവ്യവും ഖണ്ഡകാവ്യവും ഒക്കെ എഴുതിക്കൊണ്ട് കൈരളിയെ തന്നാൽ ആവിമിതം സമ്മാനിതയാക്കി ഈ അല്ലയ ഒരു സാഹിത്യ ഉപാസകനാണ് എന്ന് പറയുന്നു. സംസ്കൃതത്തിൽ നിന്ന് അനർഘങ്ങളായിട്ടുള്ള കാവ്യങ്ങളെ അതേ വൃത്തത്തിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത നല്ലൊരു പണ്ഡിതനും കൂടിയായിരുന്നു അദ്ദേഹം. ബന്ധുമിത്രാദികൾക്ക് അവരുടെ അഭിനയങ്ങളിൽ, അവരുടെ ആഘോഷവേളകളിൽ മംഗളശ്ലോകങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ച ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. ഉറ്റവരുടെയും പ്രിയപ്പെട്ടവരുടെയും വേർപാടിൽ കവിത കൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ച ഒരു നല്ല മനുഷ്യ സ്നേഹിയായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റ് പോലും ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട്. ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാറുണ്ടായിരുന്നു. ഒരു മടിയും കൂടാണ്ട് അദ്ദേഹം ചെയ്തു തരാറുണ്ടായിരുന്നു. മലയാള ഡിപ്പാർട്ട്മെന്റിൽ ലൈബ്രറിയിൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ കവിതകൾ കുറവാണ്, ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്, ഇത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് ആ കവിതകൾ സമാഹരിക്കാൻ വേണ്ടി ഉള്ള ആദ്യ ശ്രമം എന്നുള്ള നിലയ്ക്ക് ഒരു ഉറവിടമായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ പിന്നീട് പലതവണയും പോവുകയുണ്ടായിട്ടുണ്ട്. ഒരുപാട് കൃതികൾ അദ്ദേഹം എഴുതിയതും കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ഒക്കെ എം.എൻ. വിജയൻ ലൈബ്രറിയിലേക്ക് സംഭാവനകൾ തന്നിരുന്നു. ഒരുപാട് കവിതകളും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പരിപാടികളും വിശേഷങ്ങളൊക്കെ അദ്ദേഹം എഴുതി അറിയിക്കാറുമുണ്ടായിരുന്നു. ശ്രീമാൻ ബഷീർ അവകൾക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണുന്ന വ്യത്യസ്തമായ കത്ത് കാണുമ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു ഇത് എവിടെ നിന്നാണ് വരുന്നത്. മനോഹരമായ കയ്യക്ഷരവും ആയിരുന്നു. നമ്മുടെ കലാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷത്തില്, പ്രതിമയുടെ അനാച്ഛാദന വേളയില്, അക്ഷരശോക പരിപാടികളില്, ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പുസ്തക സമാന്തര മാസികകളുടെ പ്രദർശനത്തില്, സാഹിത്യകാരന്മാരുടെ ഫോട്ടോ പ്രദർശനത്തില് ഒക്കെ തന്നെ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. വെറുതെ വരിക മാത്രമല്ല, തന്റെ നിയോഗം കവിതയാണെന്ന് പറഞ്ഞുകൊണ്ട് കവിത ചൊല്ലുകയും കവിത അവതരിപ്പിക്കുകയും ആ സന്ദർഭത്തിന് ഏറ്റവും ഉചിതമായ രീതിയിൽ കവിതകൾ കൂടി അർപ്പിച്ചിട്ടാണ് അദ്ദേഹം അവിടുന്ന് പോവാറുള്ളത്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന വേളയിൽ ക്രിസ്താബ്ദം 16 ഫെബ്രുവരിയോടായി 2:10 കൃത്യം ചേർന്നു ദിനം, മഹാത്ഭുതം ഇതെന്ന് ഏതാളും ഓതും വിധം, നിസ്തർക്കം വിരചിച്ചതാം പ്രതിമ മുറ്റത്തെത്തി, വിഖ്യാതനാം പ്രസ്താവിൻ പ്രവരൻ കവീശ്വരനും സൗഭാഗ്യത്തിനും കാലമായി എന്ന നല്ല ലക്ഷണമൊത്ത വരികളിൽ അദ്ദേഹം കവിത അർപ്പിച്ചിരുന്നു. അതുപോലെ നമ്മുടെ കലാലയവും അദ്ദേഹത്തിന്റെ കവിത്വം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഈ KK കുറിച്ചും അദ്ദേഹം കവിത എഴുതിയിരുന്നു. 18 ശ്ലോകങ്ങളിൽ മനോഹരമായി എഴുതിയിരുന്നു. ഭുവിയിൽ വിശ്വതനാകിയ തമ്പുരാൻ അവികില സ്മൃതി ചേർത്ത കലാലയം ഭവിത ഭാരത കാവ്യകഥാർത്ഥമായി ഉപലയാലയമായി ലഭിക്കണം. ഇവിടെയും ഉണ്ട് മിടുക്കുപെടും ഗുരുപ്രവരരും ബിരുദേറിയ ശിഷ്യരും, ഭുവിയിൽ ഇങ്ങനെയുള്ള കലാലയം സുബിരുദാഭയിൽ ആഴണം എപ്പോഴും. അദ്ദേഹം എഴുതിയിൽ നിന്നുള്ള 2 വരികൾ, ചില വരികൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ നമ്മളോട് വളരെ വൈകാരികമായ അടുത്ത ബന്ധം സൂക്ഷിച്ച ഒരു കവിയായിരുന്നു അദ്ദേഹം. ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹം പറയാറുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നത് അദ്ദേഹത്തിന്റെ കവിതയിലേക്ക് തിരിച്ചുവിട്ട ഒരു സംഭവം 1948 കൊടുങ്ങല്ലൂർ ബോയ്സ് ഹൈസ്കൂളിൽ
രാമകൃഷ്ണ മാഷ് കവിത പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കവിത പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൽ അദ്ദേഹം ചോദിക്കുന്നു, ഒരു വാക്ക് പറഞ്ഞിട്ട് ഈ വാക്കിൽ, ഈ താളത്തിൽ, ഈ വൃത്തത്തിൽ ആർക്കെങ്കിലും കവിത എഴുതാമോ എന്ന് വെല്ലുവിളിക്കുന്നു. രണ്ടുപേര് വെല്ലുവിളി സ്വീകരിക്കുന്നു, ഗോപാലനും രാമൻകുട്ടിയും. ഗോപാലന്റെ ഒരു സിനിമ, ഒരു പാട്ടിന്റെ, അന്നത്തെ പ്രശസ്തമായ പാട്ടിന്റെ ഈണത്തിൽ അദ്ദേഹം എഴുതിയ കവിത മാഷിന് വളരെ ഇഷ്ടമായി. അന്ന് കിട്ടിയ ഒരു പ്രശംസ ആയിരിക്കണം അദ്ദേഹത്തിന് വലിയൊരു കവിതാ ലോകത്തേക്ക് തുറന്നു കൊടുത്തത് എന്ന് പറഞ്ഞാൽ അത് മാത്രമായിരിക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ പാരമ്പര്യം മുത്തച്ഛനും ഗുരുനാഥനും ഒക്കെ തന്നെ കവിവര്യന്മാരിൽ നിന്ന് പറഞ്ഞു കിട്ടിയ ഒരു കാര്യം. അദ്ദേഹത്തിന്റെ തറവാട് പോലും MGSന്റെ പെരുമാൾസ് ഓഫ് കേരള എന്ന കൃതിയിൽ അടയാളപ്പെടുത്തപ്പെട്ട നാടിന്റെ ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന ഒരു തറവാട് ഒക്കെ. ഇങ്ങനെ പല നിലകളിൽ ഒരു ചരിത്ര പുരുഷനാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് പറയുന്നില്ല. എന്തായാലും അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് തന്റെ കവിത കൊണ്ടായിരുന്നു അദ്ദേഹം തന്റെ വാർദ്ധക്യത്തെയും തന്റെ രോഗങ്ങളെയും തന്റെ അന്ധതയെ പോലും അതിജീവിച്ചത് എന്ന് മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് സംബന്ധിക്കാനെത്തിയ നിങ്ങളെ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൊടുങ്ങല്ലൂരിനെ കവിത കൊണ്ട് അടയാളപ്പെടുത്തുന്ന ബക്കർമേത്തലയെയും കവി സെബാസ്റ്റ്യൻ എത്തിയിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ നമ്മുടെ കുടുംബത്തിലെ മുതിർന്ന കുടുംബാംഗമായ VK സുബൈദ ടീച്ചറെയും യുവകവിയായ കണ്ണൻ സിദ്ധാർത്ഥനെയും നമ്മുടെ മലയാള വിഭാഗത്തിലെ പ്രിയ വിദ്യാർത്ഥികളായ അനുപമ, കൃഷ്ണനുണ്ണി, വൈദേഹി, ലക്ഷ്മി എന്നിവരെല്ലാം സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. ഇതിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ തുടർ നടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്ന മലയാള വിഭാഗത്തിന്റെ അധ്യക്ഷ ഡോക്ടർ G ഉഷാകുമാരിക്ക് സ്വാഗതം പറയുന്നതോടൊപ്പം അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് കോളേജ് മലയാള വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട ആരോ വേർപിരിഞ്ഞ ഒരു വിഷമമാണ് നമ്മളെല്ലാം പങ്കിടുന്നത്. കൊടുങ്ങല്ലൂരിൻ്റെ ഒരു പ്രാദേശികതയിൽ അലിഞ്ഞു ചേർന്ന, ഒപ്പം ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമായ ഒരു മഹത്തായ കാവ്യ പാരമ്പര്യത്തിൻ്റെ ഒരു തുടർക്കണ്ണിയായ തയ്യപ്പറമ്പിൽ ഗോപാലൻകുട്ടി മാഷുടെ നിര്യാണവുമായി ബന്ധപ്പെട്ടാണ്, അദ്ദേഹത്തെ അനുശോചിക്കുന്നതിനാണ് ഇന്ന് നമ്മൾ ഇവിടെ എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. ഒട്ടേറെ ഓർമ്മകൾ എല്ലാവർക്കുമുണ്ട്. കൊടുങ്ങല്ലൂർ 2002 ഇവിടെ ഒരു ജീവിത സ്ഥലമായി തിരഞ്ഞെടുത്ത് ഇവിടെ തന്നെ വളരെ കാലം, ഒരു 19-20 കൊല്ലത്തോളം ജീവിച്ച ആളെന്നുള്ള നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തെ ഓർക്കുന്നത് തെക്കേ നടയിലൂടെ ബൈക്കിലൂടെ പാഞ്ഞു പോകുന്ന ഒരു ആളെയാണ്. പലപ്പോഴും ദൂരെ നിന്ന് കണ്ടിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹം പല അക്ഷശ്ലോക വേദികളിലും മറ്റ് സാഹിത്യ പരിപാടികളിലൊക്കെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സൗഹൃദ സദസ്സുകളിൽ അദ്ദേഹവുമായി കൂടുതൽ പരിചയമായി. അപ്പോഴൊക്കെയും അന്നൊക്കെ അദ്ദേഹത്തിന് ഒരു 75-70 വയസ്സിന് അപ്പുറമൊക്കെ എത്തിയിട്ടുണ്ട്. എങ്കിലും വളരെ ചുറുചുറുക്കുള്ള, മറ്റാരെയും പുതിയ കാര്യങ്ങളൊക്കെ അറിയാനും താല്പര്യപൂർവ്വം എല്ലാവരോടും സംസാരിക്കുവാനും എല്ലാവരുമായി സൗഹൃദം സൂക്ഷിക്കാനും ഓർമ്മ പുതുക്കാനും ഒക്കെ നിൽക്കുന്ന ഒരാളാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പലപ്പോഴും പോയിട്ടുണ്ട്. ബഷീർ മാഷ് പറഞ്ഞതുപോലെ പുസ്തകങ്ങൾ തന്നിട്ടുണ്ട്, കവിത എഴുതി തന്നിട്ടുണ്ട്. MN വിജയൻ മാഷ് മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്താണ് ഞാൻ ഇരുന്നത്. അദ്ദേഹം അവിടെ വെച്ച് കവിത എഴുതുകയാണ്. വിജയൻ മാഷുടെ മരണത്തെ ഓർമ്മിച്ചുകൊണ്ട് ആർക്കും കാമറ ചേർത്തു മരണം എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കുമാകാ ക്യാമറ തീർത്തു മരണം എന്ന് പറയുന്ന ശ്ലോകം അദ്ദേഹം എഴുതുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് എപ്പോഴോ മുട്ടത്ത് വർക്കി അവാർഡ് സച്ചിദാനന്ദൻ മാഷിന് കിട്ടിയപ്പോൾ അങ്ങനെയൊക്കെ അദ്ദേഹത്തിന്റെ ഒരു നിമിഷ കവി പാടവം മനസ്സിലാക്കാനിടയായിട്ടുണ്ട്. എല്ലാറ്റിലും ഇവിടെ പറഞ്ഞതുപോലെ നല്ലൊരു മനുഷ്യസ്നേഹിയായിരുന്നു. പഴയ കാലത്തിന്റെ ഒരു സരളത പലപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകളിലും പെരുമാറ്റത്തിലുമൊക്കെ നിറഞ്ഞു നിന്നിരുന്നു. ഒരുപാട് കാലം അങ്ങനെ കാലത്തെ തൊട്ടറിഞ്ഞ രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പലതിനോടുമുള്ള പ്രതികരണം. ഏറ്റവും ഒടുവിൽ നാരായൺ കൊണ്ട് എഴുതിയ കവിതകൾ എന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തെയും എഴുത്തിനെയും മുൻനിർത്തി കവി ബക്കർ മേത്തല നിർവഹിച്ച ഡോക്യുമെന്ററിയുടെ പ്രകാശനമായിരുന്നു. അതിന്റെ റിലീസ് നമ്മുടെ മലയാള വിഭാഗത്തിൽ വെച്ച് തന്നെയായിരുന്നു. മലയാള വിഭാഗവുമായി ചേർന്നാണ്
എന്നുള്ള രീതിയിൽ ഒരു ഔദാര്യവും ബക്കർ മാഷ് തന്നിരുന്നു, അതിന്റെ നിർമ്മാണം ഒക്കെ. അങ്ങനെ അവിടെ വെച്ച് നടന്ന ചടങ്ങിൽ ഓരോ തവണയും വളരെ സ്നേഹപൂർവ്വം ഓരോ അധ്യാപകരെയും കാണുമ്പോഴൊക്കെ അവരെയൊക്കെ തൊഴുതു പിടിച്ച് അവരെ ആദരിച്ചുകൊണ്ട് അവരെ പരിചയപ്പെട്ടുകൊണ്ട് അവരോട് സ്നേഹവും വാത്സല്യവും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം അവിടെ മുഴുവൻ സമയം ഉണ്ടായിരുന്നു. അതൊക്കെ ഓർക്കുന്നു. ആ ചിത്രങ്ങളൊക്കെ ഇന്ന് വീണ്ടും ഞാൻ നോക്കുകയുണ്ടായി. അദ്ദേഹത്തെ സ്നേഹിക്കാനും ആദരിക്കാനും ഒക്കെ ഒരുപാട് പേര് അന്ന് അവിടെ വന്നിരുന്നു. അതൊക്കെ നമ്മുടെ നല്ല ഓർമ്മകളാണ്. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് പുതിയ തലമുറയിൽ ഉള്ള വിദ്യാർത്ഥികൾക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കുവാനും ഒപ്പം നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് പൊതുവെ ചെയ്യുന്ന ഈ സമകാലികമായിട്ടുള്ള അഭിരുചിയോട് ചേർന്നുകൊണ്ടാണ് നമ്മൾ പല പരിപാടികളും സംഘടിപ്പിക്കാറുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ചരിത്രത്തിന്റെ സ്പന്ദനങ്ങൾ കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിന്റെ എല്ലാം ഭാഗവും കൂടിയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. അപ്പൊ ആ നിലയ്ക്ക് സാഹിത്യ വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് കാത്തുള്ളിൽ അച്യുതമേനോന്റെ മകളുടെ മകനായിരുന്ന ഒരാൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന, അതുപോലെ കൂനെഴുത്ത് പരമേശ്വരമേനോന്റെ ശിഷ്യരിൽപ്പെടുന്ന ഒരാൾ, ആയിരക്കണക്കിന് മുക്തകങ്ങളും ശ്ലോകങ്ങളും ഒക്കെ എഴുതിയിട്ടുള്ള അക്ഷരശ്ലോക വിദഗ്ധനായ, ഇത് മാത്രമല്ല അദ്ദേഹം ഒരുപാട് എഡിറ്ററായിരുന്നു, പത്രാധിപർ കൂടിയായിരുന്നു, കവന കൗതുകം മാസികയുടെ എഡിറ്ററായിരുന്നു. 20ലധികം കൃതികൾ അദ്ദേഹം വേറെയും എഴുതിയിട്ടുണ്ട്. വിവേകാനന്ദ വിജയം മഹാകാവ്യം എല്ലാവരും എടുത്തു പറയുന്ന ഒരു കൃതിയാണ്. ഭംഗനേത്ര വിലാപം, അതുപോലെ കവി പക്വമാല, ഭർതൃഹരിയുടെ നീതി ശതകത്തിന്റെ വിവർത്തനം, ഇങ്ങനെ ഒരുപാട് ഇനം കാവ്യ രൂപങ്ങൾ അദ്ദേഹം പരീക്ഷിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല അദ്ദേഹത്തിന്റെ രചനകളെ കുറിച്ച്. കൂടുതൽ കാര്യങ്ങൾ ഇവിടെ സംസാരിക്കാൻ വന്നിട്ടുള്ള സുബൈദ ടീച്ചറും മറ്റും പങ്കുവയ്ക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മളോട് ഈ പരിപാടി പറഞ്ഞപ്പോൾ മുതൽ വളരെ സ്നേഹപൂർവ്വം എല്ലാവരും സഹകരിക്കാമെന്ന് പറഞ്ഞു. ചെറുപ്പക്കാരായ കവികളും ഒക്കെ ആയിട്ട് അദ്ദേഹം വേദി പങ്കിടാറുണ്ട്. അവരോടൊക്കെ തൻ്റെ സൗഹൃദവും വാത്സല്യവും ഒക്കെ പങ്കുവയ്ക്കാറുണ്ട്. കവി കണ്ണൻ, അതുപോലെ രാമൻ ബിനീഷ് തുടങ്ങിയ സുഹൃത്തുക്കളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബക്കർ മെത്തലുണ്ട്, സുബൈദ ടീച്ചറുണ്ട്, അനുപമ, വൈദേഹി, എല്ലാവരും ഉണ്ട്. എല്ലാവരും സംസാരിക്കും, അവരവരുടേതായ അനുഭവങ്ങൾ പങ്കുവെക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ മലയാള വിഭാഗം അവതരിപ്പിക്കുന്ന അനുശോചന പ്രമേയം വായിക്കാമെന്ന് കരുതുന്നു. അത് വായിച്ച ശേഷം നമുക്കൊരു നിമിഷം മൗനം ആചരിക്കാം. അതിനുശേഷം ആദ്യ അനുസ്മരണ പ്രഭാഷണത്തിന് ബക്കർ മേത്തലെ വിളിക്കാമെന്ന് കരുതുന്നു. തൽക്കാലം ഒന്ന് രാമൻ ബിനീഷിനെ മ്യൂട്ട് ചെയ്യുന്നുണ്ട്, കാരണം ചെറിയ ശബ്ദം വരുന്നതുകൊണ്ടാണ്, ക്ഷമിക്കണം. അനുശോചന പ്രമേയം. കൊടുങ്ങല്ലൂർ കവി പരമ്പരയിലെ അവസാന കണ്ണികളിൽ ഒരാളും പ്രശസ്ത കവിയും അക്ഷരശ്ലോക വിദഗ്ധനും നിമിഷകവിയുമായിരുന്ന ശ്രീ തയ്യപ്പറമ്പിൽ ഗോപാലൻകുട്ടി മേനോൻ മാഷുടെ നിര്യാണത്തിൽ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സ്മാരക കലാലയത്തിലെ മലയാള വിഭാഗം അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഇനി നമുക്ക് അനുസ്മരണ പരിപാടികളിലേക്ക് കടക്കാം. കൊടുങ്ങല്ലൂരിന്റെ കവികൾ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. സെബാസ്റ്റ്യൻ യാത്രയിലാണെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു. എത്തിച്ചേരുന്ന മുറയ്ക്ക് പങ്കുചേരാമെന്നും പറഞ്ഞിരുന്നു. രാമൻ ബിനീഷ് വളരെ നേരത്തെ എത്തിയിട്ടുണ്ട്. കണ്ണനും എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആദ്യ പ്രഭാഷണം കവി, കൊടുങ്ങല്ലൂരിന്റെ പ്രിയ കവി ശ്രീ ബക്കർ മേത്തലയുടേതാണ്. അദ്ദേഹത്തെ സാദരം മലയാള വിഭാഗത്തിന്റെ ഈ അനുശോചന പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. മാഷ് അൺമ്യൂട്ട് ചെയ്തോളൂ. KKTM ഗവൺമെന്റ് കോളേജ് മലയാളം ഡിപ്പാർട്ട്മെന്റിന്റെ അധ്യക്ഷ ജി ഉഷാകുമാരി ടീച്ചർ, ബഷീർ സാർ, പ്രിയപ്പെട്ട സുബൈദ ടീച്ചർ, മറ്റ് പ്രിയ
സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, കവികളെ, വിദ്യാർത്ഥികളെ, തയ്യപ്പറമ്പിൽ ഗോപാലൻകുട്ടി മേനോൻ എന്ന കവിയുടെ വിയോഗം തീർച്ചയായും വേദനാജനകമാണ്. പക്ഷെ മരണം എന്ന അനിവാര്യതക്ക് കീഴടങ്ങാതെ ആർക്കും തന്നെ ഒരു ജീവിതമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നമുക്കറിയാം. തയ്യപ്പറമ്പിൽ ഗോപാലൻകുട്ടി മേനോൻ മലയാള കവിതയ്ക്ക് വേണ്ടി ചെയ്തത് എന്താണ് എന്ന ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. അതിന് പറയാവുന്ന ഒരു ഉത്തരം, കൊടുങ്ങല്ലൂരിന്റെ കാവ്യ പാരമ്പര്യത്തെ ഒരു ഘട്ട വിഭജനം നടത്തുകയാണ് എങ്കിൽ ആദ്യ പാരമ്പര്യത്തിന്റെ ആ ധാരകളിൽ ചേർന്ന് നിന്നുകൊണ്ട് നല്ല രീതിയിൽ ധാരാളം കവിതകൾ എഴുതുകയും ഒപ്പം തന്നെ അതിന്റെ ഒരു പ്രചാരകനായി മാറുകയും അതിന്റെ സത്ഫലങ്ങൾ സമൂഹത്തിന് സംഭാവന ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. മഹാകവി തോലനെ മുതൽ ഇങ്ങോട്ട് പരിഗണിച്ചു വരുമ്പോൾ പിന്നീട് ഒരു ഘട്ടത്തിൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ പോലുള്ള കവികളിൽ എത്തുമ്പോൾ പിന്നീട് വെൺമണി കവിത എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തന്നെ രൂപപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള എല്ലാവിധ കാവ്യ സൗകുമാര്യങ്ങളുടെയും ഊർജം ഉൾക്കൊണ്ട ഒരു കാവ്യ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കുക. അദ്ദേഹം ജീവിച്ച ചുറ്റുപാടുകളെ മുഴുവൻ കവിതയിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിച്ച ഒരാളാണ്. ആ പരിശ്രമത്തിന്റെ സാക്ഷ്യപത്രങ്ങളാണ് അദ്ദേഹത്തിന്റെ കവിതകൾ, വിശേഷിച്ചും മുക്തകങ്ങൾ, ശ്ലോകങ്ങൾ എന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഉള്ള ഒരു കാവ്യരചനയുടെ ചില അനുഭവങ്ങൾ ഞാൻ ഓർത്തു പോവുക. ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ പലപ്പോഴും പ്രായഭേദമന്യേ കുറെ സുഹൃത്തുക്കള് കൊടുങ്ങല്ലൂരിലെ ആൽത്തറയിൽ കൂടാറുണ്ടായിരുന്നു. അന്ന് ഇന്നത്തേതുപോലുള്ള ആൽത്തറയിൽ ഇരിക്കുന്നതിനുള്ള നിരോധങ്ങളോ വിരോധങ്ങളോ ഒക്കെ ഇല്ലാത്തൊരു കാലത്തായിരുന്നു, നിയന്ത്രണങ്ങളോ ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. ഞാനുണ്ടാകും, നോവലിസ്റ്റ് സിദ്ദീഖ് ഷമീർ ഉണ്ടാകും, TK ഗംഗാധരൻ, CS തിലകൻ, അങ്ങനെ ഒട്ടേറെ കവിതയുമായി താല്പര്യമുള്ള മറ്റു പലരും, ഭാഷയുമായി താല്പര്യമുള്ളവര്, അമ്പുജാക്ഷനെ പോലെ പ്രകൃതി ചികിത്സയും സാംസ്കാരിക പ്രവർത്തനവും ഒക്കെ കൊണ്ടു നടക്കുന്നതില്. അപ്പൊ കൂടിയിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ആൽത്തറയിൽ ഇരുന്നു കൊണ്ട് എഴുതിയ കവിതകളെ ഞാൻ ഓർത്തു പോവുകയാണ്. ആ അമ്പലപ്പറമ്പിലൂടെ നടന്നു പോകുന്ന ചിലരെ വാക്കുകളിലൂടെ വരച്ചുകൊണ്ട് അദ്ദേഹം ചില കവിതകൾ എഴുതി ഞങ്ങൾക്ക് ചൊല്ലിക്കേൾപ്പിക്കുമായിരുന്നു. എഴുതി അവിടെ ഇരുന്ന് ചൊല്ലുകയും ഞങ്ങളെ കൊണ്ട് ചൊല്ലിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത്തരത്തിൽ കാവ്യരചനയുടെ ഒരു കളരി പോലെ ആ ആൽത്തറയിൽ വട്ടം കൂടിയിരുന്ന നാടുകളിൽ നിന്നാണ് ഗോപാലൻകുട്ടി മേനോനെ ഒരു ഗുരുവിനെ പോലെ കണക്കാക്കുകയും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കാവ്യപരമായ കഴിവുകൾ കണ്ട് അത്ഭുതപ്പെടുകയും ചെയ്തത്. മേത്തലക്കുന്നംകുളം UP സ്കൂളിൽ, ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ അദ്ദേഹം ആദ്യമായിട്ട് സർക്കാർ സർവീസിൽ ജോയിൻ ചെയ്യുന്ന അവിടെയാണ് എന്ന് പിന്നീടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഞങ്ങളെല്ലാം ഇങ്ങനെ ആൽത്തറമയിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ സന്ദർഭത്തിൽ കടന്നുപോയ എന്റെ സഹോദരനാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഗുരുവാണ് എന്ന്. പിന്നീട് വീട്ടിൽ ചെന്നപ്പോഴാണ് പറഞ്ഞ് പഠിപ്പിച്ച മാഷാണ് എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ഒട്ടേറെ ശിക്ഷകണങ്ങളുള്ള ഒരു അധ്യാപകൻ ആയിരിക്കുന്ന സന്ദർഭത്തിലും അദ്ദേഹത്തിന്റെ കാവ്യപ്രതിഭ വേണ്ടത്ര പ്രകാശം ചൊരിഞ്ഞിരുന്നില്ല എന്നതൊരു സത്യമാണ്. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് കവിതയിൽ അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ട് കവിതയിൽ അങ്ങനെ മുങ്ങി പൊങ്ങി എവിടെയൊക്കെ കവിതയുടെ ശബ്ദമുണ്ടോ അവിടേക്ക് ഓടിയെത്തുകയും ആ ശബ്ദത്തിന് കാതുകൊടുക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ്. കൊടുങ്ങല്ലൂർ എവിടെ കാവ്യപരമായ സാഹിത്യപരമായ പരിപാടികളുണ്ടോ അതിലൊക്കെ പങ്കുചേരുകയും ചെയ്യും. അപ്പൊ ഇത്തരത്തിൽ കവിതയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട സ്വയം സമർപ്പിതമായ ഒരു ജീവിതത്തെ അടയാളപ്പെടുത്തണമെന്ന ഒരു തോന്നലിലാണ് ഈ ഡോക്യുമെന്ററി എന്ന ഒരു ആശയത്തിലേക്ക് എത്തിയത്. അത് ഞാൻ തന്നെ ചെയ്യണം എന്ന ഒരു നിർബന്ധമൊന്നുമില്ലായിരുന്നു. ഇത്തരത്തിലുള്ള വ്യക്തികളെ ആരെങ്കിലുമൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അവരൊക്കെ കാലഘട്ടത്തിന്റെ മറക്കുള്ളിൽ വിസ്മൃതരായി പോകുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് ആ അവസാന ഘട്ടത്തിലെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു എന്നതിന്റെ ഒരു ചാരിതാർത്ഥ്യമുണ്ട്. തീർച്ചയായും അത് KKT കോളേജിന്റെ മലയാളം ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്ന് തന്നെ ചെയ്തതിന്റെ ചില ഔചിത്യങ്ങൾ കൂടിയുണ്ട്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ പേരിലുള്ള ഒരു കോളേജുമായി മാഷിക്കുള്ള ഒരു ആത്മബന്ധം, മലയാളം ഡിപ്പാർട്ട്മെന്റും അദ്ദേഹത്തോട് കാണിച്ചു പോന്നിട്ടുള്ള ഒരു ആദരവ്, സ്നേഹം,
അദ്ദേഹത്തിന്റെ പല പരിപാടികളിൽ സഹകരിപ്പിക്കല്, അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് കൂടിയാണ് അങ്ങനെ ചെയ്തത്. കോളേജിലെ തന്നെ അധ്യാപകരായിരുന്ന സുബൈദ ടീച്ചറെ പോലുള്ളവരും അതുപോലെ ഉഷയും മറ്റു പല അധ്യാപകരും അതിൽ പങ്കേറുകയും ആ കവിതകളെയൊക്കെ വിലയിരുത്തിക്കൊണ്ട് സംസാരിക്കുകയും ചെയ്തു. ഒട്ടേറെ പേർ സംസാരിക്കാനുണ്ട്, ഞാൻ നീട്ടുന്നില്ല. എന്തൊക്കെയായാലും അദ്ദേഹത്തിന്റെ കവിതകളിലൂടെ വരച്ചു വെച്ച ഒരു കൊടുങ്ങല്ലൂരിന്റെ ഭൂപടമുണ്ട്. ഇവിടുത്തെ മനുഷ്യരുടെ ഛായാപടങ്ങളുണ്ട്. ഒപ്പം തന്നെ ആദരിക്കപ്പെടേണ്ട ആളുകളെ ആദരിച്ചു കൊണ്ടെഴുതിയ എത്രയോ ശ്ലോകങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നു. അത് മാത്രമല്ല, അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ എഴുതിയിട്ടുള്ള ചരമ ശ്ലോകങ്ങളുണ്ട്, ചരമ ഗീതങ്ങളുണ്ട്. മരിച്ചുപോയ ഒട്ടേറെ മനുഷ്യരുടെ മഹത്വത്തെ, കഴിവിനെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് ആ മർമ്മസ്പർശിയായ, ഹൃദയസ്പർശിയായ ഒട്ടേറെ കവിതകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കവിതകളുടെ ഒരു സമാഹാരത്തിന് അവതാരിക എഴുതാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി, ഒരു അവസരം എനിക്ക് അദ്ദേഹം തന്നതും ഞാൻ ഹൃദയപൂർവം, വളരെ നന്ദിപൂർവം, ചാരിതാർത്ഥ്യത്തോടെ തന്നെ ഇവിടെ ഓർക്കുകയാണ്. കാരണം അപ്പൊ എനിക്ക് ഇനി നിർദ്ദേശിക്കാനുള്ളത്, മലയാളം ഡിപ്പാർട്ട്മെന്റിലൂടെ മുൻകൈയെടുത്ത് മറ്റുള്ളവരുടെയൊക്കെ സഹകരണത്തോടു കൂടി അദ്ദേഹത്തിന്റെ മൊത്തം കവിതകളെ ഒരൊറ്റ പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കാൻ കഴിയുമെങ്കിൽ അത് വളരെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നതാണ്. അദ്ദേഹത്തിന്റെ ഭംഗനേത്ര വിലാപമായാലും അല്ലെങ്കിൽ അതേപോലുള്ള ഓരോ കൃതികളെയും എടുത്തു നോക്കുമ്പോൾ, വിവേകാനന്ദ വിജയമായാലും ഒക്കെ ആകെ 20ഓളം കൃതികളേ ഉള്ളൂ. ഇതെല്ലാം കൂടെ പല പുസ്തകങ്ങളും വളരെ ചെറുതാണ്. അത് വിവർത്തനമായാലും സ്വന്തം രചനകളായാലും വളരെ ചെറിയ കൃതികളാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ഒരു ഒറ്റ പുസ്തകമാക്കി നല്ല ഒരു പഠനത്തോടു കൂടി പ്രസിദ്ധീകരിക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ അതായിരിക്കും അദ്ദേഹത്തോട് നമുക്ക് ഇനി ചെയ്യാൻ കഴിയുന്ന ഒരു കടമ എന്ന് ഞാൻ കരുതുകയാണ്. അദ്ദേഹം അത് ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ട ചില ശ്രമങ്ങൾ ഞാൻ നടത്താൻ തുടങ്ങുകയും ചെയ്തിരുന്നു. അപ്പോ അത് പക്ഷേ മുന്നോട്ട് പോയില്ല, ചില തിരക്കുകൾ കാരണമൊന്നും മുന്നോട്ട് പോയില്ല. ഇനിയപ്പോ അത് ആരെങ്കിലും അത് ചെയ്താൽ നന്നായിരിക്കുമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്തൊക്കെയായാലും കാത്തുള്ളിൽ അച്യുതമേനോന്റെ പേരക്കുട്ടിയായ അദ്ദേഹം നമ്മുടെ കൊടുങ്ങല്ലൂർ കാവ്യ പാരമ്പര്യത്തിന്റെ അവസാനത്തെ കണ്ണിയാണ് എന്ന് പറയുന്നു. ഈ കണ്ണി ഇവിടെ വെച്ച് മുറിഞ്ഞു എന്നുള്ളതൊരു സത്യമാണ്. പക്ഷെ അതിന്റെ ചില ഊർജധാരകൾ, ഒരു ധാര ഇനിയും ഇവിടെയൊക്കെ പുതിയ തലമുറയിൽ ചിലപ്പോൾ ഉണ്ടായേക്കാം, അപൂർവം ചിലരിൽ ഉണ്ട് താൻ. പക്ഷെ പോഷിപ്പിക്കപ്പെടേണ്ടത് സമാന്തരമായി ഇപ്പോ കൊടുങ്ങല്ലൂരിന്റെ ആ കാവ്യ പാരമ്പര്യത്തിൽ നിന്ന് ഉയർകൊണ്ട മഹാപ്രവാഹങ്ങൾ, ഇപ്പൊ പി ഭാസ്കരനെ പോലെ, സച്ചിദാനന്ദനെ പോലെയുള്ള കവികളൊക്കെ ഈ കൊടുങ്ങല്ലൂരിന്റെ തന്നെ മണ്ണിൽ നിന്ന് ഊർജം സ്വീകരിച്ച് കാവ്യലോകത്ത് വളർന്ന് പടർന്ന് പന്തലിച്ച വൃക്ഷങ്ങളാണ്. ആ കാവ്യ സൗരഭം കേരളം മുഴുവൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാവ്യ പാരമ്പര്യത്തിന്റെ പശിമയുള്ള മണ്ണാണ് കൊടുങ്ങല്ലൂരെന്ന് നമുക്കറിയാം. ആ കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ മുളച്ച് വളർന്ന് പടർന്ന് പന്തലിച്ച് അതിന്റെ ഒട്ടേറെ സദ്ഫലങ്ങൾ സമൂഹത്തിന് നൽകിയ ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രശസ്തി ഞാൻ ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ ഉദ്ധരിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ബാലേന്ദ്രൻ ചുള്ളിക്കാട് ചില കവികളെ കുറിച്ച് പറയുന്നുണ്ട് ഒരു കവിതയിൽ. അത് പ്രൈമറി സ്കൂളിലെ അധ്യാപകരെ പോലെയാണ് പലരും. അവരുടെ പ്രശസ്തി ആ ഗ്രാമത്തിന് പുറത്തേക്ക് കടക്കാറില്ല. ചില കവികളെ കുറിച്ച് ബാലേന്ദ്രൻ എഴുതുന്ന വിശേഷണമാണ്, ഒരു അഭിപ്രായമാണ്. തയ്യപ്പറമ്പിൽ ഗോപാലൻകുട്ടി മേനോന്റെ പ്രശസ്തിയും യശസ്സും തീർച്ചയായും കേരളം ഒട്ടാകെ അങ്ങ് വ്യാപിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പാരമ്പര്യ കവിതയുമായി ബന്ധമുള്ള വളരെ പരിമിതരായ ആളുകളുടെ ഇടയിൽ അദ്ദേഹം പ്രസക്തനായിരുന്നു താൻ. അപ്പൊ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ആ പ്രസക്തി കേരളത്തിന്റെ മുഴുവൻ സാഹിത്യാന്തരീക്ഷത്തിലേക്കും എത്തിക്കാൻ കഴിയുന്ന വിധത്തിൽ ഈ എല്ലാ കൃതികളുടെ പഠനവും പ്രസിദ്ധീകരിക്കപ്പെടുന്നതോടുകൂടി കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുവേണ്ട ചില മുന്നൊരുക്കങ്ങൾ, മുൻകരുതലുകൾ, മുൻകൈ ഒക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്മൃതിക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സെബാസ്റ്റ്യൻ എത്തിയിട്ടുണ്ടോന്ന് അറിയില്ല.
സെബാസ്റ്റ്യൻ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ സുബൈദ ടീച്ചറെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഗോപാലൻകുട്ടി മാഷിനെ കുറിച്ചുള്ള ഓർമ്മ എനിക്ക് വളരെ കുട്ടിക്കാലത്ത് തുടങ്ങിയിട്ടുള്ളതാണ് എൻ്റെ ഓർമ്മകൾ. ഇപ്പൊ ഞാൻ അതല്ല പറയാൻ പോകുന്നത്. ഗോപാലൻകുട്ടി മാഷാണ് എനിക്ക് അറിയുന്നത് എന്നൊക്കെ. എനിക്കിപ്പോ അദ്ദേഹത്തിന്റെ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് ചില ഓർമ്മകൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മരണശേഷം ഉഷയും ഞാനും കൂടി അത് പങ്കുവെക്കുകയായിരുന്നു. കേട്ടില്ലേ? ആ മരണശേഷം ഒരു ഇടിച്ചു കയറിയുള്ള ഒരു വരവ്, അദ്ദേഹത്തിന്റെ എഴുത്തുകൾ എന്നോളം അദ്ദേഹം എഴുതിയ അസംഖ്യം ആയിട്ടുള്ള എഴുത്ത് അങ്ങനെ എന്തോ മേലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറി വരികയാണ്. അപ്പൊ അത് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒട്ടും പരിചയമില്ലാത്തൊരു ശീലമായിരുന്നു. തന്നെ ഇങ്ങനെ മുമ്പിലേക്ക് ഉന്തി കൊണ്ടുവരിക, ഈ എഴുത്തിലൂടെ തന്നെ കൊണ്ടുവരിക, തന്നെ മുമ്പിലേക്ക് നിർത്തുക എന്നുള്ളൊരു സ്വഭാവം ഇല്ല. ശീലമാഷൊക്കെ പറയും, കിളി വരിച്ചു വീഴുമ്പോൾ അതിന്റെ കാലും മുകളിലേക്കാവുന്നത് ജീവിതത്തിൽ ഒരിക്കലും ഇല്ലാത്തൊരു ശീലമാണ് അതിന്, ആ കിളിയുടെ കാലം എങ്ങനെ ആവുന്നത്. അതുപോലെ ഈ മരണം വന്ന സമയത്ത് അതങ്ങ് ഏറ്റെടുക്കാൻ, ജീവിതത്തെ അങ്ങ് കീഴടക്കിയിട്ട് ആ കൃതികളെ നമ്മളെ മുമ്പിലേക്ക് അങ്ങ് എരിഞ്ഞു തരുന്ന പോലൊരു അനുഭവം എനിക്ക് ഉണ്ടായി. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഞാനത് അദ്ദേഹത്തിന്റെ കൃതികൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മളിവിടെ പറഞ്ഞ ഭംഗനേത്ര വിലാപം, ഒരു കണ്ണ് പോയതിന്റെ മല കയറിയിരിക്കുമ്പോൾ ഒരു കണ്ണ് പോയിട്ട് അതിന്റെ വിഷമങ്ങളും ഒക്കെയാണ് അതിന് വിലാപം പോലെ ഒരു കൃതി. അതിനദ്ദേഹം അവസാന സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ചിലരുടെ വിടവാങ്ങൽ എന്തുകൊണ്ടോ ചില സമയങ്ങളിൽ അന്ധകാരമേറേറ്റു. എന്തോ ഇത്രയൊന്നും വിഷമിക്കുന്ന വിചാരിച്ചതല്ല, അത്ര ഹൃദയത്തെ ബാധിക്കുന്ന വിചാരിച്ചതല്ല. പക്ഷെ ഇപ്പൊ ഈ വിടവാങ്ങലിലൂടെ, മരണത്തിലൂടെ നമ്മൾ അദ്ദേഹത്തിന് സത്യം പറഞ്ഞ ഒരു അവഗണന തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചെങ്കിലും അത്ര ഒന്നും ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. മാഷോടുള്ള ഒരു സ്നേഹമുണ്ട്. അപ്പൊ മാഷ എഴുതുന്നൊക്കെ സന്തോഷത്തോടെ അവിടെ നിന്ന് വായിക്കും. കാരണം എഴുതിയത് എത്രയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ വരികൾ വായിച്ചപ്പോ എനിക്ക് ഓർമ്മ വന്നത് വേറൊരു കാര്യമാണ്. എത്ര വിടവാങ്ങലുകളാണ് നമ്മൾ ഈ കാലത്ത് അനുഭവിച്ചത്. അപ്പൊ ഇന്നലെ സൗമിത്ര ചാറ്റർജി, അതിന് മുമ്പ് നമ്മുടെ SP ബാലസുബ്രഹ്മണ്യം, അത് കഴിഞ്ഞ് ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ ചന്ദ്രൻ മാഷൊക്കെ നമ്മൾ ശരിക്കും അറിഞ്ഞാലാണ് അദ്ദേഹത്തിന്റെ ഇതേപോലെ അത്രയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ കിടന്ന ഒരാളാണ്. ക്രൈസ്റ്റ് കോളേജിലെ മാത്തമാറ്റിക്സ് പ്രൊഫസറായിരുന്ന ചന്ദ്രൻ മാഷ്, ഇപ്പൊ ഈ ഗോപാലൻകുട്ടി മാഷ്. ഇപ്പൊ ചിലര് മരിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ഈ ആചാര്യ പറയുന്ന പോലെ ഉരുവങ്ങൾ ഉണ്ടായിരുന്നെന്ന് നമ്മളോട് ഉരിയാടിയിടും ഒഴിഞ്ഞ ഇടങ്ങൾ. ഇവര് സൃഷ്ടിക്കുന്ന ഒരു ശൂന്യതയാണ്. ഇവര് പോകുമ്പോഴത്തെ ഒഴിഞ്ഞ ഇടങ്ങളാണ് ഇവരവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവും. നമ്മൾ വീണ്ടും വീണ്ടും ഈ ഒഴിഞ്ഞ ഇടം ഇവരെ കുറിച്ച് ഓർപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അത് ഈ എഴുത്തുകള് എത്ര എഴുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ പത്രക്കായ എഴുത്തിനെ കുറിച്ച് പറഞ്ഞു. എഴുതാത്തതൊന്നും ഇല്ലല്ലോ. ഒരു വേദിയില് ഒരു സദസ്സിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ തന്നെ ആ സദസ്സിലുള്ള ആരെങ്കിലെ കുറിച്ച് എഴുതും, അന്ന് നടക്കുന്ന പരിപാടിയെ കുറിച്ച് എഴുതും. അതുകൂടാതെ അന്ന് വന്നൊരു വിശിഷ്ട വ്യക്തി ഉണ്ടെങ്കിൽ, വിശിഷ്ടാതിഥി ഉണ്ടെങ്കിൽ അവരെ കുറിച്ച് എഴുതും. അങ്ങനെ നിമിഷം കൊണ്ട് ഇങ്ങനെ എഴുത അതിനപ്പുറം മഹാകാവ്യം, വിവേകാനന്ദ വിജയം എന്നുള്ളൊരു മഹാകാവ്യം ഇന്ന് ഞാൻ നോക്കുമ്പോഴാണ് അത് ഇത്ര ലളിതമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഈ അദ്ദേഹത്തിന് ഒറ്റ ശ്ലോകം വരെ, മുക്തകം വരെ ചിലപ്പോൾ എത്ര സംസ്കൃത സമസ്ത പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഈ മഹാകാവ്യത്തിൽ എന്ത് മനോഹരമായിട്ടാണ് വിവേകാനന്ദൻ മദ്രാസിലൊക്കെ പ്രസംഗിച്ച കാര്യങ്ങൾ. മതം എന്നാൽ മനുഷ്യന് ഹിതം എന്നാണ് അർത്ഥം എന്നൊക്കെ, അങ്ങനെ ഇത്ര സുന്ദരമായിട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നതൊക്കെ അത്ഭുതം തോന്നി. വളരെ ലളിതമായിട്ട് അനുഷ്ഠിപ്പാണ് വൃത്തം, എട്ടക്ഷരം ഉള്ളൂ, അത്ര ഇതായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നിയ വാസ്തവത്തില് ഇത് കുഞ്ഞിക്കുട്ടൻ, ഇത് കൊടുങ്ങല്ലൂർ കളരിയിലെ അംഗം അവകാശപ്പെടാനായിട്ട്, എല്ലാ അർത്ഥത്തിനും അവകാശപ്പെടാമെന്ന് പറയുമ്പോൾ ഇത്ര അധികം എഴുതിയോണ്ടല്ല, ഇത്രയധികം നിമിഷകാവ്യങ്ങളോ മഹാകാവ്യോ വിവർത്തനങ്ങളോ, ആഴ്വാരുടെ മൂന്നമാലയുടെ വിവർത്തനം, അതുപോലെ ഖണ്ഡകാവ്യങ്ങള്, ഇവിടെ സൂചിപ്പിച്ച് ഭർതൃഹരിയുടെ നീതിശതകം, ശൃംഗാരശതകം തുടങ്ങിയവരുടെയൊക്കെ വിവർത്തനങ്ങൾ, സുഭാഷിതങ്ങളുടെ 1000 സുഭാഷിതങ്ങളുടെ വിവർത്തനം ഇതൊക്കെ ഉണ്ട്. പക്ഷേ ശരിക്കും കൊടുങ്ങല്ലൂർ കളരിയിലെ കവി എന്നുള്ള അവകാശപ്പെടാനായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം,
കൊടുങ്ങല്ലൂർ കവികൾ എന്തായിരുന്നു, എന്തിനാണ് അവർ എഴുതിയിരുന്നത്, എന്തിനായിരുന്നു അവരിങ്ങനെ അസംഖ്യം കവിതകൾ അക്ഷരശോധനയ്ക്ക് വേണ്ടി എഴുതിയപ്പോ ഒരിക്കലെങ്കിലും അത് തന്റെ ഒരു യശസ്സിന് വേണ്ടിയല്ല, എണ്ണം ഇങ്ങനെ പൊക്കി മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവരാരും എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും അർത്ഥം, പിന്നെ ധനം ആണ് കവിക്ക് ഒരു ആവശ്യം, ആ ധനത്തിന് വേണ്ടി അവർ എഴുതിയിട്ടില്ല. സത്യം പറഞ്ഞാൽ അവർ എഴുതിയിട്ടുള്ളത് ദാരിദ്ര്യം മറക്കാൻ വേണ്ടി തന്നെയാണ്. അവർ ചൊല്ലല് കൂട്ടിയിരുന്ന് ചൊല്ലല് നമ്മൾ കേട്ടിട്ടുണ്ട്. എം.എൻ. വിജയമാഷൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ദാരിദ്ര്യത്തിന്റെ ചിത്രം, അവരുടെ മെനു എന്തായിരുന്നൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോ അതൊന്നുമല്ല, ഭാഷ, കവിതകൾ എഴുതി കൂട്ടുവിൻ കൂട്ടുകാരെ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ഇങ്ങനെ പറയലും. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ തന്നെ ഗുരുവാണ് കൂനെഴുത്ത് പരമേശ്വരൻ മേനോൻ. അപ്പോ പരമേശ്വരൻ മേനോട് പറഞ്ഞിട്ടുണ്ട്, എഴുതി കൊടുത്തയച്ച ഒരു കത്തുണ്ട്, എഴുതി കൊടുത്തയച്ച ഒരു ഉണ്ട്. അതില് പറയുന്നത് എഴുത്, ഒരുപാട് എഴുതി നോക്ക്, എഴുതാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും നാടകമൊക്കെ എടുത്ത് വിവർത്തനം ചെയ്യേ, അത് നല്ലതാണെങ്കിൽ നമുക്ക് എടുത്തു വെക്കാം, ഇല്ലെങ്കിൽ പോട്ടെ നമുക്ക് കളയാം. അപ്പൊ എന്താണ്, ഭാഷയിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടാവട്ടെ, ഭാഷ ഉണ്ടാകട്ടെ എന്നാണ്, ഭാഷ തെളിയട്ടെ, നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ മതി. നിയോ ക്ലാസിൽ ഇങ്ങനെ ഭാഷ കവിതയെ വലിച്ചു കൊണ്ടുവരാനുള്ളൊരു ശ്രമങ്ങൾ ഇങ്ങനെ എടുത്ത് പുറത്ത് കൊണ്ടുവരണം. അപ്പൊ ഭാഷയിൽ ഇങ്ങനെ ഒരുപാട് ഉണ്ടാവുന്നത്ര ഉണ്ടാവട്ടെ എന്ന് ആ പറഞ്ഞു കൊടുത്തത് അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് ഗോപാലൻകുട്ടി മാഷ് അന്ത്യനിമിഷത്തിൽ പോലും ചിലപ്പോൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടാവും. ചിലപ്പോൾ കാളി, കുഞ്ഞുകുട്ടൻ തമ്പുരാനെ പോലെ കാളി മുമ്പിൽ വന്നു നിന്നിട്ട് ചിലപ്പോൾ കാളിയെ കുറിച്ച് എഴുതിയിട്ടുണ്ടാവും. അത് എന്താ, കാളി നമ്മുടെ ഈ ഭംഗവേത്ര വിലാപം എന്നുള്ളത് അവസാനിക്കുന്നത് കാളിയെ വിളിച്ചിട്ടാണ്. മിഴി മുഴുവനും കൊണ്ടെന്നെ ഒന്നൊഴികെ, മൊഴി മുഴുവനും വെച്ചെന്നൊഴികെ. എനിക്ക് വളരെ ഭംഗി വന്നിട്ട് എന്താണ് പറയുന്നത്, പണ്ട് തോന്നാത്ത ഭംഗികളൊക്കെ ഇപ്പൊ തോന്നുകയാണ്, പണ്ട് അത് തോന്നിയിരുന്നില്ല. അപ്പൊ എഴുത്ത്, ഞാൻ സമയം കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ എഴുത്ത് ഇതിലൊക്കെ പറയുന്നത്, കണ്ണു പോകുമ്പോ തന്നെ അദ്ദേഹം പറയുന്നത് എന്താണ്, എനിക്ക് ലോകത്തിന്റെ ചേതോഹര കാഴ്ചകൾ നഷ്ടപ്പെട്ടില്ലല്ലോ സങ്കടമല്ല കൂടുതൽ പറയാം, വരയ്ക്കാൻ വയ്യാണ്, ഒരു വര വരയ്ക്കാൻ വയ്യ, വരി വളയാതെ എഴുതാൻ വയ്യ, പിന്നെ കണ്ണ് വാങ്ങിയിട്ട് വായിക്കാൻ വയ്യ. അതാണ് എഴുത്തിനെ കുറിച്ച്, എഴുതാൻ പറ്റാത്ത വായിക്കാൻ പറ്റാത്ത സങ്കടമാണ് ആ പുസ്തകത്തിൽ പിന്നെ വരുന്നുണ്ട്, കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ കൃതികൾ ഒന്ന് ഇപ്പോഴാണ് എടുത്ത് പക്കറിന് ഭയങ്കര നന്ദി, അന്ന് ഈ കുറച്ച് കോപ്പികൾ എടുത്ത് കൊടുത്തന്നിരുന്നു ഈ ഡോക്യുമെന്റേഷന്റെ സമയത്ത്. അപ്പോഴാണ് അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്താ വെച്ചാല് വിവേകാനന്ദ ഹൃദയത്തെ കുറിച്ച് പറഞ്ഞു, ഇത്ര ലളിതമായിട്ട് എഴുതിയിരിക്കുന്നു. അദ്ദേഹം വൃത്തങ്ങൾ ഉപയോഗിക്കുന്ന രീതി, സത്യം പറഞ്ഞാൽ ഈ വൃത്തം എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഞാൻ ഒക്കെ ചിലത് എനിക്ക് സംശയം തോന്നിട്ട് പിന്നെ തിരിച്ചു നോക്കിയായിരുന്നു. പുഷ്പിതാഗ്രയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്, ഈ നമ്മുടെ ഭംഗനേത്ര വിലാപം എഴുതിയിട്ടുള്ളത്. അപ്പൊ 1ഉം 3ഉം വരികൾ വേറെ ആണല്ലോ ഇത്, അതൊക്കെ ശരിയായിട്ടുണ്ടോന്ന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ എഴുതി നോക്കിയിരുന്നു. അതേപോലെ ഈ ഇതുണ്ടല്ലോ, നമ്മുടെ വിവേകാനന്ദ ഈ മഹാകാവ്യ 8 സർഗങ്ങൾ 8 വൃത്തത്തിലാണ് എഴുതിയിട്ടുള്ളത്. അത് അനുഷ്ഠിപ്പ് തുടങ്ങി, അനുഷ്ഠിപ്പിന്റെ കാര്യം പറഞ്ഞു, അനുഷ്ഠിപ്പ് തുടങ്ങി സഗ്ധര, ശാർദൂല ക്രീഡിതം, മന്ദാക്രാന്ത, പുഷ്പിത, മറ്റേ വസന്തതിലകം, ഇന്ദ്രജിത്, അങ്ങനെ എല്ലാം മലയാള സംസ്കൃതത്തിലെ പ്രസിദ്ധ വൃത്തങ്ങളൊക്കെ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ മുകുന്ദമാല, അതാരും സൂചിപ്പിച്ചു, മുകുന്ദമാല തർജ്ജമ ചെയ്യുന്ന സമയത്ത് ബഷീർ സ്വാഗതത്തിൽ പറഞ്ഞത്, മുകുന്ദമാല തർജ്ജമ ചെയ്യുന്ന സമയത്ത് കുഞ്ഞുകുട്ടൻ തമ്പുരാനെ പോലെയൊക്കെ പദാനുപദം, വൃത്താനുവൃത്തം, വൃത്തം എന്ന് പറഞ്ഞാല് ഇന്ദ്രവജ്രയാണെങ്കിൽ മൂലശ്ലോകം ഇന്ദ്രവജ്രയിലാണെങ്കിൽ ഇതും ഇന്ദ്രവജ്രയിൽ തന്നെ പരാവർത്തനം ചെയ്തിരിക്കുന്നത്. അതുപോലെ മന്ദാക്രാന്തി ആണെങ്കിൽ മന്ദാക്രാന്തിയിൽ തന്നെ ഒരു വിഷമവും ഇല്ലാതെ ചില ചോളങ്ങളൊക്കെ ആ ക്ഷീരസാഗരത്തിൽ നിന്ന് തുള്ളികള്, ക്ഷീരസാഗരത്തിലെ തുള്ളികൾ ദേഹത്തിറ്റ് വീണിട്ട് താരകമുള്ള ആകാശം പോലെ ശോഭിക്കുന്നതൊക്കെ വളരെ മനോഹരമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതുള്ള അദ്ദേഹം ചെയ്തത് എന്താണ് ഭാഷയ്ക്ക് ഈ വൃത്തത്തിലൊക്കെ ഇങ്ങനെ എഴുതാമെന്നല്ലോ. ഇദ്ദേഹത്തിന്റെ കവിതയുടെ അടുത്തേക്ക് പോകും ഉള്ളിൽ കവിത ഉണ്ടോന്നല്ല, അടുത്ത് ചെല്ലുമ്പോഴുണ്ടല്ലോ കവിതയുടെ ഒരു മണമുണ്ട്. ആ മണം ഈ വൃത്തമൊക്കെ ഒരുപാട് കാലത്ത് സൂക്ഷിച്ചാൽ തന്നെ, വൃത്തമൊക്കെ ഉള്ളത് തന്നെ കവിത അവിടെ ഉണ്ടെന്നൊരു തോന്നൽ വരും. അത് എല്ലാവർക്കും ഒന്നും പറ്റില്ല. അത് വല്ലാത്തൊരു കവിശിക്ഷ ഉള്ള ആ പരിശീലനമൊക്കെ അതിന് ആവശ്യമാണ്. കവിത വരാൻ ഒരു എളുപ്പമാർഗം ഈ വൃത്തത്തെ കുറിച്ചുള്ള ബോധമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് കാര്യങ്ങൾ ഉപദേശിക്കാൻ ഒരുപാട് ഉണ്ടായിരുന്നു. ഇതൊന്നും പേരിലല്ല, നമ്മൾ സത്യമായിട്ട് ഇവിടെ കൂടിയിരിക്കുമ്പോൾ അത് മഹത്തായ കവിത എന്ന് പറയുന്നില്ല, പക്ഷെ ആ ഒരു മഹത്തായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. എത്ര ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ ആയിട്ട്
ഞാൻ കുട്ടിക്കാലത്ത് നിന്ന് പറഞ്ഞത് എൻ്റെ ഒരു കസിൻ നമ്മുടെ ടൗൺ ഹെൽത്ത് സ്കൂൾ എന്നൊക്കെ സ്കൂൾ ഇപ്പോൾ അവിടെ ഗവൺമെന്റ് ആശുപത്രിയുടെ വടക്കേ കെട്ടിട്ടായിരുന്നത്. അപ്പോൾ അവിടെ എൻ്റെ ഒരു കസിൻ അവിടെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒന്നിലാണ്, മറ്റേ LP-യിൽ ഗവൺമെന്റ് LP സ്കൂളിൽ. വിട്ട് കഴിഞ്ഞാൽ ഉടനെ ആ സ്കൂളിലേക്ക് ഓടും. അപ്പോൾ ഗോപാലൻകുട്ടി മാഷാണ് ക്ലാസ് ടീച്ചർ. അപ്പോൾ എന്നെ അകത്ത് വിളിച്ച് കയറ്റിയിട്ട് ഒരുപാട് നേരം സംസാരിക്കായിരുന്നു മാഷ്. അത് ഒരു ഓർമ്മകൾ. എന്തായാലും മാഷ് ഇനി അറിയപ്പെടണം. ചിലരുടെ ഭാഗ്യം അങ്ങനെ ആയിരിക്കും, 87 വയസ്സിലൊക്കെ മരിക്കാനും അത് കഴിഞ്ഞിട്ട് വലിയ ആയുസ് എഴുത്ത് കൊണ്ട് ചിലപ്പോൾ കിട്ടാം. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ഉഷയോട് പറയാനുള്ളത്, നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത്. നമ്മൾ അദ്ദേഹത്തിന്റെ പേര് അക്ഷരശ്ലോകമാണെങ്കിൽ അക്ഷരശ്ലോകത്തിന്റെ ഒരു കുട്ടികളെ കൂടി പ്രേരിപ്പിച്ചിട്ട് കുട്ടികളെ കൂടി അതിലേക്ക് കൊണ്ടുവരിക. അത് വർഷം തോറും നമുക്ക് ഈ അനുസ്മരണം നടത്തണം, കോളേജിൽ വെച്ച് തന്നെ നടത്തണം. പിന്നെ അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ ശേഖരിച്ച് വെക്കണം. ചെയ്ത വലിയൊരു അപരാധമുണ്ട്. കാരണം ഈ വലിയ ഒരു പഴയ കവിത എന്നുള്ള പേരിൽ അത്ര ശ്രദ്ധിക്കാതിരുന്ന് അദ്ദേഹം ഒരുപാട് ആ കവിതകൾ സ്വയം മുന്നോട്ട് വരും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സുബൈദ ടീച്ചറുടെ വാക്കുകൾ നമുക്ക് കൂടുതൽ പുനരാലോചനയ്ക്ക് വഴിവെക്കുന്നതാണ്. ചക്രമാഷും അതുപോലെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ആൾക്കാർ വേണമെന്ന് അവർ ഓർമ്മിപ്പിച്ചു. അടുത്തത് പുതുമുറ കവികളിൽ പ്രശസ്തനായ നമുക്ക് പലപ്പോഴും അതിഥിയായി വന്നെത്തിയിട്ടുള്ള രാമൻ ബിനീഷ് ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി കാതോർക്കാം. കേൾക്കുന്നില്ല കേട്ടോ, കേൾക്കുന്നില്ല ബിനീഷ്. ബിനീഷ് അൺമ്യൂട്ട് ചെയ്യാമോ? കേൾക്കാം. ഓക്കെ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. തൈപ്പറമ്പിൽ ഗോപാലൻകുട്ടി മേനോൻ അനുസ്മരണം സംഘടിപ്പിച്ച കുഞ്ഞിക്കുട്ടൻ കോളേജിന്റെ മലയാള വിഭാഗം സഹകരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ തന്നെ അറിയിക്കുകയാണ്. കാരണം കൊടുങ്ങല്ലൂരിന്റെ കവികളിൽ വളരെ പ്രധാനപ്പെട്ട കവികളിൽ ഒരാളാണ് ഗോപാലൻകുട്ടി മാഷ്. അദ്ദേഹത്തെ ഓർക്കുക എന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് മലയാള വിഭാഗം ഓർക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് നന്ദി അതിനെ അറിയിക്കട്ടെ. പുതുതലമുറ കവികളിൽ പെട്ട ഒരാളാണ് ഞാൻ. ഏകദേശം ഒരു 15 വർഷത്തിന് അടുത്ത് അദ്ദേഹവുമായിട്ടുള്ള പരിചയങ്ങൾ, സൗഹൃദങ്ങൾ, ഒരുമിച്ചിരിക്കലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരാളാണ്. കൊടുങ്ങല്ലൂരിന്റെ കാവ്യ ചരിത്രത്തില് 18 കവികൾ മുതൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനിലൂടെ കടന്നു പോകുന്ന ഒരു വലിയ കാവ്യസബരിയുടെ അവസാനത്തെ കണ്ണി എന്ന നിലയിലേക്ക് അദ്ദേഹം എത്തി നിന്നിരുന്നു. പക്ഷേ ഈ നേരത്തെ സുബൈദ ടീച്ചറും ബക്കർ മാഷും ഒക്കെ സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലൊരു പരിഗണനകളോ ശ്രദ്ധയോ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിന്റെ നിമിഷ കാവ്യ രീതികളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അക്ഷര ശ്ലോക രീതികളും വളരെ അത്ഭുതത്തോടെയും ആകാംക്ഷയോടെ കൗതുകത്തോടെയൊക്കെ നോക്കി നിന്നിട്ടുണ്ട്. പലപ്പോഴും പല കൊടുങ്ങല്ലൂർ നടക്കുന്ന പല സാംസ്കാരിക പരിപാടികളിലും ഞങ്ങൾ ഒരുമിച്ച് ഉഷ ടീച്ചർ, സുബിത ടീച്ചർ, ബക്കർ മാഷ് അടങ്ങുന്ന വളരെ വേണ്ടപ്പെട്ട അടുത്ത സ്നേഹമുള്ള ആളുകളെല്ലാം കൂടി ഒത്തുചേർന്നിട്ടുള്ള പല പരിപാടികളിലും മാഷിനെ അടുത്ത് സംസാരിക്കാൻ ഇടപെടാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പുതുതലമുറ എഴുത്തിനോട് അദ്ദേഹത്തിന് വല്ലാത്തൊരു അടുപ്പമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഞങ്ങളൊക്കെ എഴുതുമ്പോൾ ഞങ്ങളുടെ കവിതകൾ വായിച്ചു കഴിയുമ്പോൾ ചെവിയിൽ ഇങ്ങനെ ആ സ്റ്റിക്ക് ഇല്ലാത്ത സമയത്താണ്, കുറച്ചുകൂടി ഊർജ്ജസ്വലനായിരിക്കുന്ന സമയത്താണ് ചെവിട്ടിൽ വന്ന് നമ്മുടെ ചെവിട്ടിൽ ചേർത്ത് വെച്ചിട്ട് പറയും, നിങ്ങളൊക്കെ എഴുതുന്ന പോലെ എഴുതാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏറ്റവും പ്രാചീനമായ എഴുത്ത് രീതി, അതായത് കാവ്യ നമ്മുടെ പിന്നെ കവിത സാഹിത്യ ചരിത്രത്തിൽ ഉപയോഗിച്ചു വരുന്ന വളരെ പ്രാചീനമായ എഴുത്ത് രീതിയിൽ നിൽക്കുമ്പോൾ തന്നെ പുതിയതിനോട്, പുതിയ കാലത്തെ എഴുത്ത് രീതിയോട് അദ്ദേഹത്തിനോടുള്ള ആഭിമുഖ്യവും അതിനോടുള്ള സഹകരിക്കാനുള്ള ഒരു മനോഭാവവും അതിനൊക്കെ സ്വീകരിക്കാനുള്ള ഒരു മനോഭാവവും ഉണ്ടായിരുന്നു. ആ വാക്കുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്.
പിന്നെ നമുക്കറിയാവുന്ന നമ്മുടെ TK ഗംഗാധരൻ, അദ്ദേഹത്തിന് കുങ്കുമ അവാർഡാണോ ഏതാണ് അവാർഡ് എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഒരു അവാർഡ് ലഭിച്ച് അതുമായി ബന്ധപ്പെട്ട ഒരു അനുമോദന ചടങ്ങിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിച്ച് അദ്ദേഹം വന്ന് മംഗളയുടെ താഴത്തുള്ള ഒരു വലിയ ഒരു ഹാളിലാണ് എൻ്റെ ഓർമ്മ, അവിടെയാണ് അദ്ദേഹം വന്നിരുന്നു. പരിപാടി ആരംഭിച്ചു. ആ നിമിഷം തന്നെ TKയുടെ കൃതിയെക്കുറിച്ചും TKയെക്കുറിച്ചും അദ്ദേഹം അപ്പോൾ തന്നെ എഴുതി. അവിടെ ഇരുന്ന് തന്നെ ഒരു പേനയും കടലാസും എടുത്ത് അവിടെ തന്നെ ഇരുന്നു. ആ പരിപാടിയിൽ അടുത്ത പ്രഭാഷണം അദ്ദേഹത്തിന്റെ ആണെങ്കിൽ അദ്ദേഹം അതെടുത്ത് വെച്ച് അപ്പോൾ തന്നെ ചൊല്ലാനൊക്കെ ശ്രമിക്കും. ഭാഷണമല്ല കൂടുതൽ അദ്ദേഹത്തിന്റെ എഴുത്ത്. ഇപ്പോ കവിതയായിട്ടാണ് ആള് പലപ്പോഴും സദസ്സുകളെ അവിടെ സംവദിക്കാറ്. പിന്നെ ഞങ്ങള് പലപ്പോഴും പിന്നെ ശ്ലോകങ്ങള് യുദ്ധം പറഞ്ഞത് ക്രൂധനാം പാണ്ഡവൻ നക്തഞ്ചരാപതി ദാസന്റെ പുച്ഛാഗ്രം എന്നൊക്കെ പറഞ്ഞിട്ട് അത് വെറുതെ ഞങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം അടുത്തേക്ക് വരികയും അത് തുടർന്ന് അത് ബാക്കി പറഞ്ഞു തീർക്കുകയും അങ്ങനെ വളരെ മനോഹരമായ ഊഷ്മളമായ ഒരുപാട് അടുത്ത സന്ദർഭങ്ങൾ അദ്ദേഹവുമായി പങ്കിടാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരണം ബക്കർ മാഷ് പറഞ്ഞ പോലെ അനിവാര്യതയാണ്. മരണം എന്ന് പറയുന്ന അനിവാര്യതയാണ്, അതുകൊണ്ട് സംഭവിക്കുക ചെയ്യും. എങ്കിലും ഇത്തരത്തിലുള്ള ഒരു കവികളെ നമ്മൾ പരിഗണിക്കുകയും അംഗീകരിക്കുകയും അന്വേഷിച്ച് കണ്ടെത്തുകയും അവരെ ഉയർത്തിക്കൊണ്ടുവരികയും അവരുടെ കൃതികളെ പരിശോധിക്കുകയും അത് ചരിത്രപരമായ പഠനത്തിന് വിധേയമാക്കുകയൊക്കെ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത് ഡിപ്പാർട്ട്മെന്റിന് കൂടി കുറച്ച് ഏറ്റവും വളരെ ഒരു അസറ്റായി മാറുമെന്നും ഞാൻ അത് മനസ്സിലാക്കുന്നു. പരിപാടിയിൽ എന്നെ ക്ഷണിച്ച മലയാള വിഭാഗത്തിനും പിന്നെ പ്രത്യേകിച്ച് പ്രൊഫസർ ഉഷാകുമാരി ടീച്ചർ, പിന്നെ വിഭാഗത്തിലെ ഇക്ബാൽ, അങ്ങനെയുള്ള മറ്റുള്ള എല്ലാ സംഘാടകർക്കും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. എല്ലാ സുബിത ടീച്ചർ, ബക്കർ മാഷ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി അറിയിച്ചു. നന്ദി രാമൻ ബിനീഷ്. അടുത്തത് കണ്ണൻ സിദ്ധാർത്ഥാണ് സംസാരിക്കേണ്ടത്. അദ്ദേഹം തൃശ്ശൂരാണ് ജോലി ചെയ്യുന്നത്. വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ കരുതുന്നു, വിളിച്ചിട്ടില്ല. നമുക്ക് നോക്കാം അദ്ദേഹത്തെ. ഇപ്പൊ ഇവിടെ കാണുന്നില്ലാത്തത് കൊണ്ട് തൊട്ടടുത്ത ആള് വൈദേഹി സുരേഷിന് അവരൊരു കവിത ചൊല്ലാമെന്നാണ് 1ാം വർഷ BA മലയാളം വിദ്യാർത്ഥിനിയായ വൈദേഹി സുരേഷിനെ ക്ഷണിക്കുന്നു. ഹലോ, അഭിവന്ദിരി. അറിയാനും അറിയിക്കാനും അരനിമിഷം മതി എന്ന് അഹങ്കരിക്കുന്ന ഈ കാലത്തും പലതും അറിയാൻ വൈകുന്നു എന്ന അറിവ് പൊള്ളിക്കുന്നുണ്ടെന്നെ. നീരവമായ ഒരു നീരൊഴുക്കായി കൊടുങ്ങല്ലൂർ കളരിയുടെ മഹിത സംസ്കാരം കൊണ്ട് നമ്മുടെ നാടിനെയും കാലഘട്ടത്തെയും ഉർവരമാക്കിയ യശശരീരനായ തയ്യപ്പറമ്പിൽ ഗോപാലൻകുട്ടി മേനോന്റെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തെ കുറിച്ച് ഏതാനും വരികൾ എൻ്റെ അച്ഛൻ സുരേഷ് നായർ കുറിച്ചത് ചൊല്ലാൻ എന്നെ അനുവദിക്കുക. പഞ്ചമവേദ പൊരുൾ പരിഭാഷയായി പൊന്നു തമ്പുരാൻ വിളമ്പിയ കളരിപ്പന്തിൽ നടുവം നിറഞ്ഞാടി കാത്തുള്ളി കറുത്തായി തുടർന്നു തുടങ്ങാച്ച കവന സുഹൃതത്തെ ഇന്നിലേക്കെത്തിച്ചല്ലോ ഗോപാലനാക്യൻ ഭവാൻ. പഞ്ചമവേദ പൊരുൾ പരിഭാഷയായി പൊന്നു തമ്പുരാൻ വിളമ്പിയ കളരിപ്പന്തിൽ
നടുവം നിറഞ്ഞാടി കാതുള്ളി കറുത്തായി തുടർന്നു തുടം വാച്ച കവന സുഹൃതത്തെ ഇന്നിലേക്കെത്തിച്ചല്ലോ ഗോപാലനാഖ്യൻ ഭവാൻ. നിറഞ്ഞു നിമിഷത്തെ നുറഞ്ഞു കവിതയായി പകർന്ന വാങ്മയങ്ങൾ നുകർന്നു തീരും മുമ്പേ യാത്രയാകുന്നു ഭവാൻ നിത്യഭാസുര സ്വാസ്ഥ്യ നക്ഷത്രമായി. നിറഞ്ഞു നിമിഷത്തെ നുറഞ്ഞു കവിതയായി പകർന്ന വാങ്മയങ്ങൾ നുകർന്നു തീരും മുമ്പേ യാത്രയാകുന്നു ഭവാൻ നിത്യഭാസുര സ്വാസ്ഥ്യ നക്ഷത്രമായി. യാത്രയാകുന്നു ഭവാൻ നിത്യഭാസുര സ്വാസ്ഥ്യ നക്ഷത്രമായി. പ്രണാമം കവി പുങ്കവ പ്രണാമം. വൈദേഹി, വൈദേഹിക്ക് ചില റേഞ്ച് പ്രശ്നങ്ങൾ ഉള്ളതായി നേരത്തെ സൂചിപ്പിച്ചിരുന്നു പാനലിക്ക്. വൈദേഹി, ഹലോ. ആ കഴിഞ്ഞു മിസ്. കഴിഞ്ഞോ? ഓക്കെ, വൈദേഹിയുടെ കവിതാലാപനം കഴിഞ്ഞു. അടുത്തത് കൃഷ്ണനുണ്ണി ഇടണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കൃഷ്ണനുണ്ണിയെ സംസാരിക്കാനും കവിത ചൊല്ലാനും ക്ഷണിക്കുന്നു. കേൾക്കാമോ? കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഗോപാലൻകുട്ടി മാഷയുടെ കാവ്യശബരിയ ഏറ്റവും മനോഹരമായിട്ടിവിടെ അനുസ്മരിക്കപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ വാക്കുകൾ ഞാൻ മതിയാക്കുന്നില്ല. അദ്ദേഹത്തിന്റെ കാവ്യശബരിക്ക് മുന്നിൽ ശിരസ് കുനിച്ചുകൊണ്ട് ഒരു കവിത. ഒറ്റവാതിൽ വീട്ടിലെ താമസക്കാർ. തലച്ചോറിന് വേണ്ടി ഞങ്ങൾ പണിത വീടിന് ഒരേ ഒരു വാതിൽ മാത്രമേ ഉള്ളൂ. കൂടുതൽ ജാലകങ്ങളും വാതിലുകളും ഞങ്ങളുടെ സ്വപ്നങ്ങളിലേ ഇല്ല. അങ്ങനെയുള്ള ഒരു വീട് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഈർപ്പമുള്ള കാറ്റുകൊണ്ട് ഞങ്ങളുടെ സ്വസ്ഥത ഊതിക്കെടുത്തും. വാതിൽ വീടിന്റെ ഇടതുവശത്തോ വലതുവശത്തോ ആവാം. അതിലൂടെ ഞങ്ങൾ ഭൂമിയെ കാണുന്നു, ഭൂമി ഞങ്ങളെ കാണുന്നു. ഇതിന് ഒരു നിദ്രയുടെ സ്വാസ്യമുണ്ട്. ദൈവത്തിന് മുകളിലുള്ള ഞങ്ങളുടെ നേതാവാണ് ഈ വീട് രൂപകൽപ്പന ചെയ്യുന്നത്. ഇതിൽ താമസിക്കുമ്പോൾ ഞങ്ങളെ അലട്ടുന്ന ബുദ്ധിയില്ലാത്ത ഹൃദയങ്ങളെ അദ്ദേഹം മുൻപേ കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. മഞ്ഞ് പെയ്യുമ്പോൾ തീ കാഞ്ഞുകൊണ്ട് ഒരു കവിത കേൾക്കാനും കഥ കേൾക്കാനും പ്രസംഗം കേൾക്കാനും എല്ലാം ഞങ്ങളും ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ അത് ഞങ്ങളുടെ വീടിന്റെ മേന്മയെ പറ്റിയാകണം. അല്ലാത്തവ ഞങ്ങൾ ഗവനിക്കില്ല. വീടിന്റെ ഘടനയെ വാക്കുകൾ കൊണ്ട് പ്രഹരിക്കുന്നവരെ ഞങ്ങൾ ഒരു മെഴുകുതിരി അത്താഴത്തിന് ക്ഷണിക്കും. പിന്നെ അത്താഴത്തിന് ശേഷം മരണമുറിഞ്ഞ ശൈത്യത്തിലേക്ക് ഇറക്കിവിടും. ഞങ്ങളുടെ വീട് ലോകത്തിന്റെ മാതൃകയാകുന്ന ദിനം അകലെയല്ല. അന്ന് ഒരു പ്രാചീന ചിന്തകൻ പറഞ്ഞ
കുതിരകളുടെ കുളമ്പടി ഒച്ചകൾ നിങ്ങളുടെ വീടിന്റെ ജാലകങ്ങൾ വിറയ്ക്കാൻ തുടങ്ങും. അപ്പോൾ അവാജ്യമായ വിസ്മയത്തോടെ നിങ്ങൾ അറിയും അവയ്ക്കെല്ലാം ഒറ്റക്കണ്ണയുള്ളൂ. നന്ദി. നന്ദി കൃഷ്ണനുണ്ണി. സെബാസ്റ്റ്യനും അതുപോലെ കവി കണ്ണൻ സിദ്ധാർത്ഥൻ രണ്ടുപേരെയും ഞാൻ ഫോണിൽ ശ്രമിച്ചുകൊണ്ടിരുന്നു, അവര് കിട്ടുന്നില്ല. അനുപമ ഇവിടെ ഉണ്ട്. അനുപമ PS. ഹലോ, കേൾക്കാം അനുപമ? കവി തയ്യപ്പറമ്പിൽ ഗോപാലൻകുട്ടി മേനോൻ സാറിന്റെ അനുസ്മരണ യോഗമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ സംസാരിക്കാൻ അവസരം തന്നതിൽ വളരെയധികം നന്ദി അറിയിക്കുന്നു. കൊടുങ്ങല്ലൂർ കളരിയിലെ അവസാന അംഗം എന്ന രീതിയിലാണ് നമ്മളെല്ലാവരും അദ്ദേഹത്തെ നോക്കിക്കണ്ടിട്ടുള്ളത്. അദ്ദേഹം അക്ഷരശ്ലോകം എന്ന മേഖലയിൽ വളരെയധികം പ്രാഗൽഭ്യം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരുപാട് ശ്ലോകങ്ങളും മുക്തകങ്ങളും ധാരാളമായിട്ട് രചിച്ചിട്ടുണ്ട്. അക്ഷരശ്ലോക സമിതികളിലും ധാരാളമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൂടാതെ വിവേകാനന്ദ വിജയം, മഹാകാവ്യം, ഭംഗനേത്ര വിലാപം, കവിപക്വമാല തുടങ്ങിയ 20ഓളം കൃതികളും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് അത്ര അധികം അറിവുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ബക്കർ മേത്തല സാറിന്റെ നേതൃത്വത്തില് നാരായം കൊണ്ടെഴുതിയ കവിതകൾ എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്ററി അത് നമ്മുടെ കോളേജിൽ വെച്ചാണ് പ്രകാശനം ചെയ്തത്. അതിൽ നിന്നാണ് അദ്ദേഹത്തെ ക്യാമറ ഓൺ ചെയ്യൂ. ക്യാമറ ഓൺ ചെയ്യാമോ? റേഞ്ച് പോവും, അതുകൊണ്ടാണ് ഞാൻ ഓഫ് ചെയ്തായിരുന്നു. ഓക്കെ. അങ്ങനെ ആ ഡോക്യുമെന്ററിയിൽ നിന്നാണ് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് കൂടുതലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അദ്ദേഹം അവിടെ വരികയൊക്കെ ഉണ്ടായി, നമ്മളോട് സംസാരിക്കുകയൊക്കെ ഉണ്ടായി. അതിൽ നിന്നാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് ബക്കർ സാറ് സംസാരിച്ചു, അതുപോലെ തന്നെ ബിനീഡ് സാറ്, ടീച്ചറൊക്കെ സംസാരിച്ചതിൽ നിന്ന് എല്ലാവർക്കും കുറച്ചുകൂടി അദ്ദേഹത്തെ അടുത്തറിയാനായിട്ട് സാധിച്ചു. വളരെയധികം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തെ ഈ ഒരവസരത്തിൽ അനുസ്മരിച്ചുകൊണ്ട് ഒരു ശ്ലോകം ചൊല്ലിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അമ്പത്തൊന്നക്ഷരാളി കലിതനുലതേ വേദമാകുന്ന ശാഖിക്കുമ്പത്തമ്പോടുപൂക്കും കുസുമതതിലെന്തുന്ന പൂന്തേൻ കുഴമ്പേ ചെമ്പുൽ താർബാണഡംഭ പ്രശമന സുഹൃദോപത്ത സൗഭാഗ്യലക്ഷ്മി സമ്പത്തേ കുമ്പിടും നീൻ കഴലിന വലയാധീശ്വരി വിശ്വനാഥേ. നന്ദി. ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം. മലയാള വിഭാഗം ഇന്ന് നിശ്ചയിച്ചിരുന്ന മറ്റൊരു പരിപാടി ഗവേഷകരുടെ പ്രബന്ധാവതരണമായിരുന്നു. അത് തൽക്കാലം നമ്മൾ വേറെയും കാരണങ്ങൾ ഉള്ളത് കൊണ്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. സമയത്തിന്റെ പരിമിതി അധികമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് സംസാരിക്കേണ്ടവർക്ക് സംസാരിക്കാൻ സ്വാഗതം. തുലേഖ ടീച്ചറോ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ സ്വാഗതം. ടിങ്കിൾ ടീച്ചർ. സെബാസ്റ്റ്യനോ കണ്ണനോ വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പലവട്ടം വിളിച്ചിരുന്നു, അപ്പൊ അവരെ ഫോണിൽ കിട്ടിയിട്ടില്ല. അതിനർത്ഥം എനിക്ക് തോന്നിയിട്ടുള്ളത് കണ്ണന് എത്താൻ കഴിഞ്ഞിട്ടില്ല, സെബാസ്റ്റ്യൻ ഒരു യാത്രയിലാണെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴ് നമുക്ക് പരിപാടിയുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കാം എന്ന് തോന്നുന്നു. അതോടൊപ്പം നമുക്ക് ചെയ്യാനുള്ള ഒട്ടേറെ കാര്യങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു സാംസ്കാരിക നിർമ്മിതിക്ക്, ആ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ, അതിൻ്റെ അഭിരുചിയെ നിർണ്ണയിക്കുന്നതിലൊക്കെ അതത് പ്രദേശങ്ങളിലെ കലാകാരന്മാരും കവികളും അതേപോലെ സാംസ്കാരികമായി ഇടപെടുന്ന ആളുകളും എല്ലാം ചേർന്ന് ആ ഒരു പ്രാദേശിക സാഹിത്യ സാംസ്കാരിക വൃന്ദം തന്നെയാണ് അതിൻ്റെ അഭിരുചിയെ നിർമ്മിച്ചെടുക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായി കാര്യങ്ങൾ ഗ്രഹിക്കാനുണ്ട്. അവ നമ്മുടെ കലാലയത്തിലുള്ള ആർക്കൈവിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അതിനെ പഠിക്കാനും ഗവേഷണം നടത്താനും ഒക്കെ നമുക്ക്
ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് എന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്നു. അത്തരം നിർദ്ദേശങ്ങളാണ് ഇവിടെ അനുസ്മരണം നടത്തിയ എല്ലാവരും തന്നെ നമുക്ക് തന്നിട്ടുള്ളത്. ഇത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. മലയാള വിഭാഗത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഗവേഷണ വിഭാഗത്തിൽ ഉള്ളവരെല്ലാവരും കേൾക്കാനും കൂടിയാണ് ഞാനിത് പറയുന്നത്. നിങ്ങളുടെ പഠനത്തിൽ എല്ലായ്പ്പോഴും എങ്ങനെയാണ് കൊടുങ്ങല്ലൂർ പലതരത്തിലുള്ള കൊള്ളക്കൊടുക്കുകളിലൂടെ വളർന്നതെന്നും ഒപ്പം തന്നെ ഈ പുതിയ അഭിരുചികളുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് ചരിത്രത്തിന്റെ ഭാഗമായി പിന്നീട് അവ മാറി മറ്റൊന്ന് തീർത്തുകൊണ്ട് അങ്ങനെ ചരിത്രത്തിലൂടെ മുന്നേറിയത് എന്നെല്ലാം പഠിക്കുവാനും സാഹിത്യ ഭാവുകത്വത്തെ ചരിത്രപരമായി മനസ്സിലാക്കാനും ഉള്ളൊരു സന്ദർഭമായിട്ട് ഈ അനുസ്മരണ സെമിനാറിനെ കാണാവുന്നതാണ്. അതിനുവേണ്ടി എല്ലാ വിദ്യാർത്ഥികളും തങ്ങളുടെ പ്രവർത്തനത്തിൽ തങ്ങളുടെ പഠന സമയം അതിനും കൂടി ചെലവഴിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. നമുക്ക് കൂട്ടായി അതിനെ പ്രവർത്തിക്കാം. ഇവിടെയുള്ള എല്ലാവരും നമ്മോടൊപ്പം ഉള്ളവരാണ്. എത്രയോ കൊല്ലം മുമ്പ് ഈ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ബക്കർ മാഷും ഒപ്പം സുബൈദ ടീച്ചർ, സുലേഖ ടീച്ചർ എല്ലാവരും തന്നെ ഇപ്പോഴും നമ്മോടൊപ്പം ഉണ്ട്. അതൊക്കെ ഇതിൻ്റെ ഒരു തെളിവാണ്. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഒരിടവുമായിട്ടും കൂടി നമുക്ക് ഈ വെബിനാറിനെ കാണാം. അതിൽ വളരെ സന്തോഷം തോന്നുന്നു. ഗോപാലൻകുട്ടി മാഷെ നമ്മൾ ഒന്നുകൂടി ചേർത്ത് വയ്ക്കുന്നു. ആർക്കെങ്കിലും ഇനി സംസാരിക്കാനുണ്ടോ എന്ന് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. എങ്കിൽ ഔപചാരികമായ ഒരു നന്ദി പ്രകാശനത്തിനാണ് ഇനി നമ്മൾ കടക്കുന്നത്. ആരുമില്ല എന്ന് കരുതുന്നു. കവിത ചൊല്ലാനോ നിതുൽ കവിതയോ എന്തെങ്കിലും ചൊല്ലുന്നോ? അല്ലെങ്കിൽ നിതുൽ? നിതുൽ ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ യാക്കോബ് സാറിനെ, മലയാള വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീ യാക്കോബ് തോമസിനെ കൃതജ്ഞത ആശംസിക്കുവാനായി ക്ഷണിക്കുന്നു. യാക്കോബ് സാർ. ഹലോ, കേൾക്കാം. സംസാരിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ. അന്തരിച്ച ഗോപാലൻകുട്ടി മേനോനെ അനുസ്മരിക്കുന്ന ഈ വേളയില് ഈ ടീച്ചർ അവസാനം പറഞ്ഞൊരു കാര്യം മാത്രം ഓർക്കുകയാണ്. പ്രാദേശികമായിട്ട് ജീവിച്ചു പോകുന്ന നമ്മുടെ എഴുത്തുകാര്, അത്ര പ്രശസ്തരല്ലാത്ത എഴുത്തുകാരെ എങ്ങനെയാണ് സമൂഹം അടയാളപ്പെടുത്തുന്നത് എന്നുള്ള പ്രശ്നം വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ സാഹിത്യ ചരിത്രത്തിന്റെ ഏടുകളിൽ ഒരു 1-2 പാരഗ്രാഫിൽ ഒതുങ്ങിപ്പോകുന്ന ആൾക്കാർ മാത്രമാണ് ഇവര്. ഒരുപക്ഷെ കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാന്റെ വലിയ ഫ്രെയിം വർക്കിനകത്ത് ബാക്കിയുള്ളവരെല്ലാം മങ്ങിയ കഥാപാത്രങ്ങളായിട്ട് മാറുന്നു. അപ്പോ ഒരുപക്ഷെ കൊടുങ്ങല്ലൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ കുഞ്ഞുകുട്ടൻ തമ്പുരാനെ ഓർക്കുകയും ബാക്കിയുള്ളവരെ എല്ലാം വിസ്മൃതിയിലേക്ക് തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു സവിശേഷ പാരമ്പര്യത്തിനകത്തു നിന്നാണ് ഇത്തരത്തിലുള്ള കവികളെയും എഴുത്തുകാരെയൊക്കെ നമ്മൾ അനുസ്മരിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അതൊരു പക്ഷേ നമ്മുടെ സാഹിത്യത്തിന്റെയും അല്ലെങ്കിൽ ലോകത്തിലുള്ള മൊത്തം സാഹിത്യ പാരമ്പര്യങ്ങളുടെ ഒക്കെ ഒരു പ്രശ്നമായിട്ടാണ് പലരും അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എഴുത്തുകാരെ എങ്ങനെയാണ് നമ്മൾ സാഹിത്യ ചരിത്രത്തിലും സാഹിത്യ നിരൂപണത്തിലും ഒക്കെ അവതരിപ്പിക്കേണ്ടത് എന്നുള്ള പ്രശ്നം ഒരുപക്ഷെ സാഹിത്യ വിദ്യാർത്ഥികൾ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. ഏതായാലും പ്രാദേശിക പഠനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുകയും പ്രാദേശിക ചരിത്രങ്ങൾക്കും ഒക്കെ ഊന്നൽ കൊടുക്കുകയും ചെയ്യുന്ന ഒരു പുതിയ സന്ദർഭത്തില് ഗോപാലൻകുട്ടി മേനോനെ പോലെയുള്ള എഴുത്തുകാരെ പുതിയൊരു രൂപത്തിൽ വരുമെന്നുള്ളത് ഉറപ്പാണ്. ഒരുപക്ഷെ കൊടുങ്ങല്ലൂരിൽ തന്നെ ഉള്ള പിന്നെ വി ഡി നന്ദകുമാറിനെ പോലുള്ള എഴുത്തുകാര് അദ്ദേഹത്തിന്റെ 2 പെൺകുട്ടികൾ പോലുള്ള നോവലുകളിലൂടെയും ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുമ്പോൾ ബാക്കിയുള്ളതൊക്കെ ആൾക്കാരെ അറിയാതെ പോകുന്നു. വായിക്കപ്പെടുകയും സാഹിത്യ ചരിത്രത്തിന്റെ ഏടിലേക്ക് പുതിയ രൂപത്തിൽ അവരെ വിളിച്ചിരുത്തുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തില്
നമുക്ക് പുതിയൊരു സാഹിത്യ ചരിത്രത്തിന്റെ രീതിശാസ്ത്രം പ്രദാനം ചെയ്യുന്നത് പുതിയ സൂചനകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഞാൻ തന്നെ വളരെ കുറച്ച് കവിതകളാണ് കേട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഫേസ്ബുക്കിൽ കണ്ട കുറെ പ്രതികരണങ്ങളും അനുസ്മരണക്കുറിപ്പുകളും ഒക്കെ ഒരർത്ഥത്തിൽ തന്നെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. അപ്പൊ ഏതാണ്ട് ഒരു നവോത്ഥാന കാലഘട്ടത്തിന്റെ പാരമ്പര്യമൊക്കെ ഉൾപ്പേറിക്കൊണ്ട് ജീവിച്ചിരിക്കുന്ന ഒരു തലമുറ അസ്തമിക്കുകയാണ് എന്നുള്ളതാണ് ഇതിലൂടെ വരുന്ന വലിയൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് എനിക്ക് മനസ്സിലായത്. 40-കൾ തൊട്ട് നാരായണ ഗുരുവിന്റെ ഒക്കെ പാരമ്പര്യം അല്ലെ നാരായണ ഗുരുവിനെ ഒക്കെ ആ ഒരു ചരിത്രത്തെ നേരിട്ട് കണ്ട് തൊട്ടറിഞ്ഞിരുന്ന ആ ഒരു തലമുറ അസ്തമിക്കുകയാണ്. അപ്പം അതിന്റെ തുടർച്ച എങ്ങോട്ടാണ് പോകുന്നത്? അപ്പം ആ രീതിയിൽ പുതിയ ചർച്ചകള്, പുതിയ സംവാദങ്ങള്, പ്രത്യേകിച്ചും കേരളത്തിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന വർഗീയവാദത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ചോദ്യങ്ങൾ തന്നെ ഇത്തരത്തിലുള്ള കവികളെയും എഴുത്തുകാരെയും ചർച്ച ചെയ്യുമ്പോൾ ഉയരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ മരണവും നമ്മളുടെ മുന്നിൽ ഒരുപാട് ചോദ്യചിഹ്നങ്ങളാണ് അവശേഷിപ്പിക്കുന്നത് എന്നുള്ള തിരിച്ചറിവിലാണ് നമ്മൾ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തിരിച്ചറിവ്, ചെറിയൊരു തിരിച്ചറിവെങ്കിലും നമുക്ക് ഉണ്ടാകട്ടെ എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ ചടങ്ങില് സംസാരിച്ച നിരവധി പേരുണ്ട്. കവിതകൾ ചൊല്ലിയ ആൾക്കാരുണ്ട്. ബക്കർ മേത്തല, അതേപോലെ സാന്നിധ്യം കൊണ്ടുണ്ടായിരുന്ന സുബൈദ ടീച്ചർ, പിന്നെ കണ്ണൻ സിദ്ധാർത്ഥ്, കവിത ചൊല്ലിയ അനുപമ, വൈദേഹി, കൃഷ്ണനുണ്ണി, സംസാരിച്ച ടീച്ചർ, ഇവരോടെല്ലാം ഞാൻ ഒറ്റ വാക്കിൽ ഗവൺമെന്റിന്റെ പേരിലും ഈ പങ്കെടുത്ത എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇതൊരു കേവലമായൊരു പ്രക്രിയയായിട്ടല്ല, പ്രത്യേകിച്ച് ഈ ഒരു കോവിഡ് കാലഘട്ടത്തില് മരണം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി വളരെ നമ്മൾ പോലും അറിയുന്നില്ല. ആരൊക്കെ മരിക്കുന്നു എന്ന് പോലും നമ്മൾ പോലും അറിയുന്നില്ല. ആരെയും കാണാൻ പറ്റാതെ, കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. നമുക്ക് ഈ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ലോകത്തിനകത്ത് നിന്ന് മാത്രം മറ്റുള്ളവരുടെ മരണത്തെ തൊട്ടറിയാനെന്നുള്ള വിചിത്ര കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, മരണം തന്നെ ഒരു വിചിത്രമായ അനുഭൂതിയെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മളൊരാളെ അനുസ്മരിക്കുന്നു എന്ന് പറയുന്നത് എന്തോ ചില അനുഭൂതികളാണെന്ന് മാത്രം പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ അനുസ്മരണത്തിനും അതിൻ്റെതായ ഒരു രാഷ്ട്രീയം ഉണ്ട് എന്നുള്ള തിരിച്ചറിവിൽ ഈ ഒരു അനുസ്മരണത്തെയും കണ്ടുകൊണ്ട് നമുക്ക് ചില നിശ്ചയദാർഢ്യങ്ങളും തീരുമാനങ്ങളും ഒക്കെ എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ പങ്കെടുത്ത എല്ലാവർക്കും ഔപചാരികരുടെ പേരിൽ ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. നന്ദി.